ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുന്നു, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛിക്കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ കഥ മാത്രമല്ല കേട്ടോ, കുറച്ച് വർത്തമാനമൊക്കെ അവസാനമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അക്ബറിൻ്റെയും ബീർബലിൻ്റെയൊക്കെ ഒരു രസകരമായ ഒരു കഥയാണ്. ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെടും. ചിലപ്പോൾ പലരുമൊക്കെ കേട്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. എന്നാലും കുഴപ്പമില്ല, ഒരിക്കൽ കൂടി കേൾക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടന്നാലോ. ഖ്വാജാ സര, ബീർബൽ എന്നിവർ അക്ബർ രാജാവിൻ്റെ കൊട്ടാരത്തിലെ രണ്ട് പണ്ഡിതന്മാരായിരുന്നു. അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഖ്വാജാ സര തൻ്റെ പാണ്ഡിത്യത്തിലും ബുദ്ധിയിലും അഹങ്കരിച്ചിരുന്നു. അദ്ദേഹം ബീർബലിനെ തൻ്റെ മുന്നിൽ മടയനും അജ്ഞാനിയും ആയി കരുതിയിരുന്നു. എന്നാൽ താൻ മാനിച്ചതുകൊണ്ടായില്ല. തൻ്റെ അഭിപ്രായം രാജാവ് കൂടി അംഗീകരിക്കണം. ചക്രവർത്തി ബീർബലിനെതിരെ ഒന്നും സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ബീർബൽ മടയനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഖ്വാജാ സര 3 ചോദ്യങ്ങൾ തയ്യാറാക്കി ചക്രവർത്തിയുടെ മുന്നിൽ വെച്ചു. അവയുടെ ഉത്തരം പറയിക്കാൻ എത്ര ശ്രമിച്ചാലും തൃപ്തികരമായ മറുപടി ലഭിക്കില്ലെന്ന് ഖ്വാജ കരുതിയിരുന്നു. അപ്പോൾ ഖ്വാജയുടെ മുന്നിൽ ബീർബൽ നിസ്സാരനെന്ന് രാജാവ് സമ്മതിക്കുമെന്നും ചിന്തിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഖ്വാജാ സാഹിബ് നീണ്ട കോട്ടും തലപ്പാവും അണിഞ്ഞ് വലിയ ഗൗരവത്തോടെ, വലിയ അഹന്തയോടെ അക്ബറിൻ്റെ മുന്നിലെത്തി. ശബ്ദമൊക്കെ നേരെയാക്കി പറഞ്ഞു, ബീർബൽ വലിയ ബുദ്ധിമാനായി ചമയുന്നു. അങ്ങും അയാളുടെ വാക്കുകളിൽ അകപ്പെട്ടു പോകുന്നു. ഞാൻ 3 ചോദ്യങ്ങൾ തരാം. അവിടുന്ന് അയാളോട് ചോദിച്ച് ആ ബുദ്ധി അളന്നാലും അപ്പോൾ അറിയാം ആ ബുദ്ധിയുടെ കാപട്യം പുറത്താകും. അപ്പോൾ ഖ്വാജ വിചാരിക്കുന്നത് ഈ ചോദ്യത്തോടെ ബീർബൽ ഒരു മടയനാണെന്ന് രാജാവ് സമ്മതിക്കുമെന്നാണ്. അതായത് ബീർബലിൻ്റെ മടയത്വം തെളിയിക്കാൻ ഈ ചോദ്യങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന്. അങ്ങനെ ഖ്വാജയുടെ അപേക്ഷ പ്രകാരം രാജാവ് ബീർബലിനെ വരുത്തി. എന്നിട്ട് രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ബീർബൽ, പണ്ഡിതനായ ഖ്വാജാ സാഹിബ് നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അവയുടെ ഉത്തരം നൽകാൻ കഴിയുമോ? ചോദിച്ചാലും. അപ്പോൾ ബീർബൽ പറഞ്ഞു, തിരുമേനി, ഉത്തരം നൽകാം, സന്തോഷത്തോടെ ചോദിച്ചാലും. ഖ്വാജാ സാഹിബ് തൻ്റെ 3 ചോദ്യങ്ങളും ചക്രവർത്തിയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, തിരുമേനി തന്നെ ചോദിച്ചിട്ട് ഉത്തരം ശരിയാണോ എന്ന് തീരുമാനിച്ചാലും. അക്ബർ ബീർബലിനോട് ആദ്യത്തെ ചോദ്യം ചോദിച്ചു. ലോകത്തിൻ്റെ കേന്ദ്രം എവിടെയാണ്? ബീർബൽ തൻ്റെ വടി തറയിൽ ഊന്നി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ചുറ്റുപാടും നിന്നും ഈ സ്ഥാനം ലോകത്തിൻ്റെ മധ്യത്താണ്. ഖ്വാജാ സാഹിബിന് വിശ്വാസമില്ലെങ്കിൽ അദ്ദേഹം ടേപ്പ് കൊണ്ട് അളന്ന് എൻ്റെ അഭിപ്രായം തെറ്റാണെന്ന് തെളിയിക്കട്ടെ. ചക്രവർത്തി 2ാമത്തെ ചോദ്യം ചോദിച്ചു. ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? ബീർബൽ ഒരു ചെമ്മരിയാടിനെ വരുത്തിയിട്ട് പറഞ്ഞു, ഈ ചെമ്മരിയാടിൻ്റെ ശരീരത്തിൽ എത്ര രോമമുണ്ടോ അത്രയും നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ട്. ഖ്വാജാ സാഹിബിന് സന്ദേഹമുണ്ടെങ്കിൽ അദ്ദേഹം രോമം എണ്ണി നോക്കിയിട്ട് നക്ഷത്രങ്ങളുടെ സംഖ്യയുമായി താരതമ്യം ചെയ്യട്ടെ. പിന്നീട് ഞാൻ പറഞ്ഞ മറുപടി തെറ്റാണെന്ന് തെളിയിക്കട്ടെ. അക്ബർ 3ാമത്തെ ചോദ്യം ചോദിച്ചു. ലോകത്തിലെ ജനസംഖ്യ എത്രയാണ്? ബീർബൽ, തിരുമേനി, ലോകത്തിലെ ജനസംഖ്യ നിമിഷം തോറും കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു. എന്തെന്നാൽ ഓരോ നിമിഷവും മനുഷ്യരുടെ മരണവും കുഞ്ഞുങ്ങളുടെ ജനനവും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരെയും കൊല്ലട്ടെ, ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊല്ലട്ടെ,
ഉടൻ ശവശരീരങ്ങളെ എണ്ണി ശരിയായ സംഖ്യ ധരിപ്പിക്കാം. ചക്രവർത്തി ബീർബലിൻ്റെ മറുപടിയിൽ സംതൃപ്തനായി. എന്നാൽ ഖ്വാജ സാഹിബ് പുരികം ചുളിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്രകാരം കുഴഞ്ഞ മറുപടി കൊണ്ട് കാര്യം നടക്കില്ല തിരുമേനി. അപ്പോൾ ബീർബൽ, ഇത്തരം സങ്കീർണമായ ചോദ്യങ്ങൾക്ക് സങ്കീർണമായ മറുപടിയാണ് ഉചിതം. ആദ്യം എൻ്റെ മറുപടി തെറ്റാണെന്ന് തെളിയിച്ചാലും പിന്നീട് മുന്നോട്ട് എന്തെങ്കിലും പറയാം. ഖ്വാജ സാഹിബ് പിന്നീട് ഒന്നും പറഞ്ഞില്ല. ബീർബൽ ബുദ്ധിമാൻ തന്നെയെന്ന് അംഗീകരിച്ചു. രാജസഭാ അംഗങ്ങൾ അദ്ദേഹത്തെ പുകഴ്ത്തി. ഇത്രയുമാണ് കഥ. വളരെ ചെറിയൊരു കഥയാണ്. അക്ബർ ബീർബൽ കഥകൾ ധാരാളം നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് ഈ ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ മറുപടി നമുക്ക് ലഭിക്കൂല്ലേ? ശാസ്ത്രം അത്രയ്ക്ക് പുരോഗമിച്ചു, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കഴിവുകൾ അത്രയ്ക്ക് വർദ്ധിച്ചു. ലോകത്തിലെ ജനസംഖ്യ എത്രയെന്നൊക്കെ വളരെ വ്യക്തമായ കണക്കുകളുണ്ട്. ഓരോ രാജ്യത്തെയും അല്ലെ ഓരോ ജില്ലയിലെയും ഒരു സംസ്ഥാനത്തെയും ഒരു പഞ്ചായത്തിൽ വരെ അല്ലേ എത്ര ജനങ്ങളുണ്ട്, എത്ര പുരുഷന്മാരുണ്ട്, എത്ര കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഉണ്ട്. അങ്ങനെ അത്രയ്ക്ക് ലോകം വികസിച്ചു. കമ്പ്യൂട്ടറിൻ്റെ വരവും AI-യുടെ വരവും ഒക്കെ ആയി അല്ലേ. അപ്പോൾ ഇതൊന്നും അത്ര വലിയ ഭയപ്പെടുത്തുന്ന ചോദ്യങ്ങളല്ല. ലോകത്തിൻ്റെ കേന്ദ്രം എവിടെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊന്നും ഇപ്പോൾ പ്രസക്തമല്ല. ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്, ചിലപ്പോൾ അത് ഇനിയും ചിലപ്പോൾ ഒത്തിരി കണ്ടെത്താൻ ഉണ്ടായിരിക്കാം. എങ്കിൽ കൂടി നമുക്ക് കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാണ് ശാസ്ത്രം വികസിക്കുമ്പോൾ അല്ലേ, പഴയ കഥകൾക്കൊന്നും ചിലപ്പോൾ അത്ര പ്രസക്തമാവില്ല. പഴയ ഐതിഹ്യങ്ങളായാലും അല്ലേ, പഴയ വിശ്വാസങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കഥകൾക്കൊക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ സാധ്യമല്ലാതായി വരും. അതാണ് ലോകത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത്. ഇപ്പം ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണല്ലേ ഇന്നത്തെ കഥയിലുള്ളത്. അതായത് ലോകത്തിൻ്റെ കേന്ദ്രം എവിടെയാണ്, അതിനൊക്കെ വ്യക്തമായ ഉത്തരങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ ശാസ്ത്രം വളർന്നപ്പോൾ അല്ലേ, ജോഗ്രഫിയും എല്ലാ വിഷയങ്ങളും വളർന്നിട്ടുണ്ട്. ശാസ്ത്രം, ജോഗ്രഫിയും ഹിസ്റ്ററിയും അല്ലേ, ചരിത്രവും ഒക്കെ ഒത്തിരി നമ്മൾ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നു. ഫിസിക്സിൽ അല്ലേ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നു. കണക്കിൽ അല്ലേ അങ്ങനെ പുതിയ ഗണിത തത്വങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെ എല്ലാത്തിലും വികസനം സംഭവിക്കുകയാണ്. നമ്മൾ കേരളം തന്നെ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, പണ്ടങ്ങനെ കേരളം എന്ന സംസ്ഥാനമുണ്ടോ? അങ്ങനെ ഒരു കേരളം എന്ന സംസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുരാജ്യങ്ങളാണ്. കുഞ്ഞു രാജാക്കന്മാരെ റാണിമാരെയൊക്കെ കീഴിൽ ഭരിക്കപ്പെടുന്ന കുറേ പ്രദേശങ്ങളായിരുന്നു. അതിൻ്റെ കീഴിൽ ചിലപ്പോൾ നാട്ടുരാജാക്കന്മാർ കാണുമായിരിക്കും, കരം പിരിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കും. അങ്ങനെയൊക്കെ കുറേ അല്ലേ അധികാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു കേരളം എന്ന് പറഞ്ഞ ഒരു ആശയം പോലും ഇല്ലായിരുന്നു കുറേ വർഷങ്ങൾക്ക് നമ്മൾ പിന്നിലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ. പിന്നെ എപ്പോഴോ അല്ലേ കേരളം പ്രാചീന കാലം പോലും ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, പ്രാചീന കാലം തൊട്ട് മുന്നോട്ട് എടുത്തു കഴിയുമ്പോൾ പിന്നെ എന്താണ് ഉണ്ടാകുന്നത്? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, കാസർഗോഡ് എന്നിങ്ങനെ 4 ഭാഗങ്ങളായി വേണമെങ്കിൽ നമുക്ക് തന്നെ വിഭജിക്കാം അല്ലേ. അങ്ങനെയൊക്കെ ആണ് കേട്ടിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ആ പ്രദേശങ്ങൾ അറിഞ്ഞിരുന്നത്. കാസർഗോഡും മലബാറും ഒക്കെ ബ്രിട്ടീഷിൻ്റെ നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. 1949 തിരുക്കൊച്ചി സംയോജനം നടന്നത്. അത് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതുമാത്രം വളർച്ചയാണ് ഈ കഴിഞ്ഞ ഒരു 10-100 വർഷം എടുക്കുമ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഈ ഐക്യ കേരളം എന്ന് പറഞ്ഞ ആശയം എപ്പോഴാണ് ഉണ്ടായത്? നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ദേശീയ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ കാലത്ത് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് 40കളിൽ വന്ന EMS നമ്പൂതിരിപ്പാടിൻ്റെ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തിലാണ് ആദ്യമായി ഐക്യ കേരളം എന്ന ആശയം തന്നെ ഉണ്ടായതെന്നൊക്കെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിലാണ് ആദ്യമായി അങ്ങനെ ഒരു ആശയം തന്നെ പുറത്തു വരുന്നത്. അതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്നത് കാസർഗോഡ് മലബാർ സംയോജനം, അല്ലെങ്കിൽ തിരുവിതാംകൂർ കൊച്ചി സംയോജനം എന്നൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ഈ അവസരത്തിൽ കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിലോട്ടൊക്കെ ഒന്ന് കടന്നുപോയെന്നേ ഉള്ളൂ. നമ്മൾ ഇത് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നത്, എല്ലാത്തിലും വളർച്ച സംഭവിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാ മേഖലയിലും വളർച്ച സംഭവിക്കുന്നുണ്ട്. പുതിയ വാക്കുകൾ ഉണ്ടാകുന്നില്ലേ കാലത്തിനൊത്ത്? പുതിയ പദങ്ങൾ, ഇംഗ്ലീഷിൽ തന്നെ എത്രയോ പദങ്ങൾ ഒരു വർഷം കൂട്ടിച്ചേർക്കപ്പെടുന്നു.
അങ്ങനെ ഓരോ വിഷയത്തിൽ എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. പണ്ട് പഠിച്ച കാര്യങ്ങൾക്ക് തെറ്റാണെന്ന് ഉള്ള സ്ഥിതിയൊക്കെ വരുന്നുണ്ടല്ലോ. പഴയ കാര്യങ്ങളൊക്കെ അത് തെറ്റായിരുന്നു, അതല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പുതിയ തിയറികളും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മാറ്റത്തിന് വിധേയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കഥ വായിക്കുമ്പോൾ അതിൽ ഒരു വിശ്വസനീയമല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഇന്നെന്തോ പ്രസക്തി എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നത്. എന്തായാലും കഥയാണ്, അതുകൊണ്ട് നമുക്ക് കഥയിൽ അക്ബർ ബിർബൽ കഥയൊക്കെ പറയുമ്പോൾ അത് നമ്മൾ കേട്ട് രസിക്കുക, അല്ലേ, അതിൻ്റെ ആ രസം ഉൾക്കൊള്ളുക. അതിനകത്തെ ഒരു തെറ്റും ശരിയും വേർതിരിക്കാനല്ല നമ്മളിവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ കഥ മാത്രം ആസ്വദിക്കുക. ഞാൻ വിഷയങ്ങളുടെ കാര്യം പറഞ്ഞാണ് ഓരോ വിഷയത്തിലും അനവധി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അനവധി കൂട്ടിച്ചേർക്കലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും കണ്ടെത്തുകയും അതൊക്കെ മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഇതൊക്കെ സ്വീകരിക്കാനുള്ളൊരു തുറന്ന മനസ്സ്, അല്ലേ, ഉണ്ടാവുക എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ആശയങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്സ് ഉണ്ടാവുക, അത്യാവശ്യം നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക, അല്ലേ, ഒരു ജിജ്ഞാസ എപ്പോഴും മനസ്സിലുണ്ടാവുക എന്നൊക്കെയുള്ള ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ കഥാസാരം ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി വീണ്ടും കേട്ടുമുട്ടാം. ഇത്ര നേരം എന്നെ ശ്രമിച്ചിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.